ജസ്റ്റ് ഫോർ എ ചേഞ്ച് നമ്മളത് മാറ്റി പിടിച്ചുകൊണ്ട് യുവയ്ക്ക് കളിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ജോണേട്ടന്റെ കൂടെ മൃദുല. അതായത് ഇതില് വേറെ ഒന്നും വ്യാഖ്യാനിക്കണ്ട. ഗുരുവിന് ഗുരുത്വം എപ്പോഴും ആവശ്യമാണ്. അപ്പൊ ഗുരുവിന്റെ കൂടെ പണ്ടത്തെ സ്റ്റുഡന്റ് കളിക്കുന്നു. ആ കൂളിംഗ് ക്ലാസ് ഒന്നും ഒരു അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് ചേച്ചിയുടെ കീഴിൽ ഡാൻസ് പഠിക്കണം. ലക്ഷ്മിയുടെ ഉദ്ദേശം എന്താണ്? രണ്ട് കുടുംബത്തെ തകർക്കാനുള്ള ഉദ്ദേശം അല്ല, ഇത് ഗുരുവാണ് ശരിക്കും. മൃദുലയുടെ ഗുരു അത് അവന് കുരുവാണ്. അല്ല എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അല്ല, ഞാൻ പറഞ്ഞെടുത്ത് തന്നെയാണ് കാര്യം. അതല്ല, വേറൊരു കാര്യം. ഞാൻ ഈ കണ്ണാടി ഊരിയില്ലെന്നുണ്ടെങ്കിൽ ഞാൻ കരയണമെന്ന് നിങ്ങൾ പറയും. അതുകൊണ്ട് നേരത്തെ ഞാൻ കണ്ണാടി ഊരിയിട്ടാണ് ഞാൻ ഈ പ്രഖ്യാപനം നടത്തുന്നത്. കാരണം മൃദുല കുറച്ചു നേരമായിട്ട് എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് എന്റെ പെർമിഷന് വേണ്ടിട്ട്. ഒരു തെറ്റുമില്ല, ഞാനൊരു ഓപ്പൺ ഹസ്ബൻഡ് ആണ്. അതുകൊണ്ട് പുള്ളിയുടെ കൂടെ ഓപ്പൺ ഹസ്ബൻഡ് എന്ന് പറയുന്നതും ഓപ്പൺ മൈൻഡഡ് എന്ന് പറയുന്നത് രണ്ടാ. ഈ ഓപ്പൺ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഓപ്പൺ ഡോർ എന്നൊക്കെ പറയില്ല, എന്നാ അങ്ങനെയല്ല, ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ് ആയതുകൊണ്ട് ഗുരു ശിഷ്യ ബന്ധത്തിന്റെ പേരിൽ ഞാൻ അവിടെ ഒരു പെർഫോമൻസ് നടത്താനുള്ള ഞാൻ അനുവാദം തന്നിരിക്കുകയാണ്. ഇല്ലെങ്കിൽ ഞങ്ങളുടെ കൊച്ചു ചെയ്യൂല. അല്ല, ഇന്ന് വരെ എപ്പോഴെങ്കിലും ഞാൻ ഏട്ടന്റെ അനുവാദം മേടിച്ചോടെ കളിച്ചിട്ടുണ്ട് ഡാൻസ്. അവന്റെ നെഞ്ചിടിക്കുന്ന സൗണ്ട് ഇവിടെ കേട്ട്. അല്ല, ഇതങ്ങനെ പബ്ലിക്കായിട്ട് അനുവാദം ചോദിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇങ്ങനെ കണ്ണട വെച്ചോടാ, കണ്ണട വെച്ചോടാ, അത് തീരാന്ന് വിഷയമുള്ളൂ. ഞാൻ ഇങ്ങനെ. ഇനി ഗുരുവിന് താല്പര്യമുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ. ഗുരു ഇത്ര നേരം അങ്ങോട്ട് നിങ്ങളിവിടെ ചർച്ച ചെയ്യില്ല അവരായിട്ട് ഡാൻസ്. ഗുരു വന്നിട്ട് അപ്പൊ അവിടുന്ന് അതായത് ഗുരുവിന്റെ ഭാര്യയുടെ അടുത്ത് അല്ല, അവന് ഡാൻസ് കളിക്കട്ടെ, ടി രാജേന്ദ്രൻ പാടും. ശരി, ഇനി ഗുരു തീരുമാനിക്കട്ടെ. പെട്ടെന്നാവട്ടെ, അവർക്ക് ഉച്ചയ്ക്ക് എനിക്ക് ഗ്രൗണ്ടിൽ കിടന്ന് അടികൂടാണ് ഇഷ്ടം. പക്ഷെ ഞങ്ങൾക്ക് മടുത്തു. അപ്പൊ ഗുരു കളിക്കോ? കളിക്കട്ടോ? അല്ല, പറ്റില്ലെന്ന് പറയരുത് പ്ലീസ്. അങ്ങനെ ഞാൻ പറയോ? എങ്കിൽ പിന്നെ എനിക്ക് വേറെ ആരുടെയും കൂടെ കളിക്കാൻ പറ്റും. സൂപ്പർ. അപ്പൊ അതുകൊണ്ട് എനിക്ക് കളിക്കേണ്ടത് കൊണ്ട് ഗുരു കളിച്ചോട്ടേന്ന്. അല്ല, ഒരു കാര്യം പറയാനുണ്ട്. ഒന്ന് പറയാ. ഈ പെർഫോമൻസ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്കൊന്ന് ചെറുതായിട്ടൊന്ന് തീരുമാനിക്കണം. അടുത്ത നമ്മൾ പെർഫോം ചെയ്യണോ വേണ്ടോ എന്നുള്ളത്. എന്ത് തീരുമാനിക്കണം? അത് ഷോ ഡയറക്ടർ തീരുമാനിക്കും. ചേട്ടന്റെ മനസ്സിലൊരു ഐഡിയ വന്നിട്ടുണ്ട് കേട്ടോ. അതായത് യുവയുടെ വിഷമം തീർക്കാൻ വേണ്ടിട്ട് തൽക്കാലം ഇവിടെ വിഷമം തീർക്കാനോ? She's a performer. Why are you crying, man? I'm not crying. You are crying. No, never. ശരി, ഇത്രേ ഉള്ളൂ. ഇവരൊരു പേരായിട്ടും പേരായിട്ടും കൊറിയോഗ്രാഫർ ഇവിടെ ഇല്ല, സ്പോട്ട് കൊറിയോ ആണ്. നമ്മളൊരു സോങ് ഇട്ട് തരുന്നു. അപ്പൊ നമുക്ക് അങ്ങനെ പ്രതികാരം തീർക്കാം. നമുക്ക് ഇനി ഒരു തർക്കം വേണ്ട, അങ്ങനെ തന്നെ തീരുമാനിക്കാം. ഫിക്സ്.
ഇതൊരു സ്പോട്ട് കൊറിയോഗ്രാഫി, ഒരു കൊറിയോഗ്രാഫർ ഇവിടെ ഉണ്ടായതുകൊണ്ട് ഇവര് തമ്മിൽ തുടങ്ങി. പക്ഷെ എത്ര രസമായിട്ടാണ് ഇത്, ഹാപ്പി എൻഡിങ് ആയിരുന്നു അല്ലെ? ഭയങ്കര ഞങ്ങളുടെ അല്ലെങ്കിൽ വീട്ടിൽ പോകാൻ പറ്റില്ല. എന്താ വീട്ടിൽ പോകാൻ പറ്റില്ല. ഒരു കാര്യം പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ പേരായിട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു സ്പോട്ട് കൊറിയോഗ്രാഫി അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അത് സന്തോഷം. മാത്രമല്ല ഗുരുവിന്റെ കൂടെ കളിക്കാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. Yes. അഭിമാനമാണ്. Okay.